से आप लोग के बीच में वचन बांटने के लिए जो अवसर दिया प्रभु ने आप लोग के बीच में, इसके लिए धन्यवाद। കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഇതിനു മുമ്പേ നിങ്ങളോട് നിങ്ങളുടെ അടുത്ത വചനം ഷെയർ ചെയ്യുവാൻ തക്കോണം ഇടയാക്കിയിട്ടുണ്ട്. गए दिनों में भी पहले भी मुझे प्रभु ने अवसर दिया है आप लोग के बीच में वचन बांटने के लिए। എന്നാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ ഓർക്കുമ്പോൾ വലുവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും വളരെ സുരക്ഷിതത്തോടു കൂടി ഈ ഇന്ത്യയുടെ പ്രദേശത്ത് നമ്മളെ കാത്തു പരിപാലിക്കുന്ന കൃപയോർത്ത് നമ്മൾക്ക് ദൈവത്തെ സ്തുതിക്കാം. प्रभु को मैं धन्यवाद देता हूँ कि दुनिया भर में बहुत सारे विपत्ति और युद्ध होते रहते समय में प्रभु हमें भारत देश में हमें संभाले रखा है। നമ്മുടെ സമശിഷ്ടങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദുരിതങ്ങൾ, കഷ്ടതകളൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. हम लोग हमारे सामने इस प्रकार का दुविधाएं, दुख, तकलीफ और क्लेश को हम लोग देख रहे हैं। എന്നാൽ വലുവനായ ദൈവത്തിന്റെ കൃപ നമ്മളോട് കൂടെ ഉണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട് കൂടെ ഉണ്ട്. നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയാക്കുന്നവർ നമ്മൾക്ക് ദൈവത്തെ സ്തുതിക്കാം. परंतु प्रभु हमारे साथ है और उनके विषय में प्रार्थना करने के लिए और उनको सुरक्षित संभाले रखने के लिए प्रभु हमको अवसर दे रहा है, उसके लिए धन्यवाद। എത്രയും പെട്ടെന്ന് അതിൽ നിന്നൊരു വിമോചനം ലഭിപ്പാൻ, ഒരു സമാധാനം ഉണ്ടാക്കുവാൻ, അതിൽ നിന്ന് കർത്താവ് രാജ്യങ്ങൾ തമ്മിൽ പിന്തിരിയുവാൻ, അവരൊരു സമാധാനത്തിലേക്ക് കടന്നു വരുവാൻ നമ്മൾക്ക് മുട്ടിപ്പായി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട കടമ നമ്മൾക്കുണ്ട്. खास रीति से युद्ध चल रहे देशों के बीच में बहुत जल्दी शांति और समाधान आ जाने के लिए प्रार्थना में बने रहना, विनती करना, ये हमारा भी एक जिम्मेदारी है। ഓരോ ദിവസത്തെ ന്യൂസ് കേൾക്കുമ്പോൾ ഹൃദയത്തിന് പ്രയാസവും വേദനയും ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അവിടെ ഉണ്ട്. കർത്താവേ, നീ അവരെ കാത്തു സൂക്ഷിക്കണമേ എന്ന് മാത്രമേ നമ്മൾക്ക് അവരെ സുരക്ഷിതരായിരിക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. इधर का परिस्थिति को देखकर हमारा कोई भी रिश्तेदार और हमारे प्रिय लोग जो उस युद्ध के माहौल में है, उनके विषय के लिए भी प्रभु उनको सुरक्षित संभाले रखे, प्रार्थना में रखे उनको। അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. थोड़े समय का मनन के लिए एक वचन का भाग पढ़ना चाहता हूँ। 2 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായം, दूसरा शमूएल 24 അതിന്റെ 10-ാമത്തെ വാക്യം. उसका 10 में हम पढ़ते हैं। അവിടെ നമ്മൾക്ക് ഇപ്രകാരം വായിക്കുവാൻ കഴിയുന്നുണ്ട്: എന്നാൽ ദാവീദ് ജനത്തെ എണ്ണിയ ശേഷം തന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് യഹോവയോട് ഞാൻ ഈ ചെയ്തത് മഹാപാപം. എന്നാൽ യഹോവേ, അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ, ഞാൻ വലിയ ഭോഷത്വം ചെയ്തു പോയി എന്ന് പറഞ്ഞു. हाँ, वहां पर प्रजा का गिनती करने के बाद दाऊद का मन व्याकुल हुआ और दाऊद ने यहोवा से कहा कि यह काम जो मैंने किया है महापाप है, तो अब हे यहोवा अपने दास का अधर्म दूर कर, क्योंकि मुझसे बड़ी मूर्खता हुई है। നമ്മൾക്കറിയാം, പാപമാണ് സാത്താനാണ് ഇതിനെല്ലാം കാരണക്കാരൻ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. हम जानते हैं कि इसके पीछे शैतान का हाथ है। അത് നമ്മൾക്ക് അതിന്റെ 24-ാം അധ്യായം ആദ്യത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്: യഹോവയുടെ കോപം വീണ്ടും ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. അന്ന് നീ ചെന്ന് ഇസ്രായേലിനെ യഹൂദയും എണ്ണുക എന്നിങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിന് തോന്നിച്ചു എന്നാണ് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നത്. और हम देखते हैं कि 24:1 में जब यहोवा का जो प्रकोप है या कोप है इस्राएल की ओर जब बढ़ा, तो दाऊद को इनका हानि के लिए ये कहकर इस्राएल और यहूदा की गिनती लेकर के ऐसा विचार उसके मन में आया। ഒരിക്കലും യഹോവ ഇതിന് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യമാണ്. तो ये यहोवा के खिलाफ था। ഇത് നമ്മൾക്കറിയാം, ദാവീദിന്റെ ഹൃദയം നിഗളിച്ചു, അനുസരണക്കേട് നിഗളിച്ചു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. और अब देखते हैं कि दाऊद जो है अहंकारी हो गया और घमंडी हो गया। അവൻ വലിയവനായ ദൈവം അവന് ചെയ്ത ഉപകാരങ്ങളെ നമ്മൾക്ക് ഇത് പുറകിലുള്ള 1 ശമൂവേൽ നമ്മൾ നോക്കുമ്പോൾ 1 ശമൂവേൽ 16-ാം അധ്യായത്തിലാണ് ദാവീദിനെ തിരഞ്ഞെടുക്കുവാൻ വലിയവനായ ദൈവത്തിന്റെ അരുളപ്പാട് ശമൂവേലിൽ ഉണ്ടായിരിക്കുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. पहले शमूएल का 16 अध्याय में हम देखते हैं कि शमूएल भविष्यवक्ता को परमेश्वर की ओर से वाणी आकर एक राजा को चुनने का इच्छा वहां पर प्रभु ने प्रकट किया। അതിന്റെ 1 ശമൂവേലിന്റെ പുസ്തകം അതിന്റെ 8-ാം അധ്യായവും 9-ാം അധ്യായവും 10-ാം അധ്യായവും വായിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്: നമ്മൾ യഹോവയുടെ ജനം
ഒരു രാജാവിന് വേണ്ടി അപേക്ഷിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. और पहला शमूएल का 6, 7, 8 अध्यायों में जब पढ़ते समय में वहां पर हम देखते हैं कि प्रजा जो इजरायली लोग है यहोवा से एक राजा की मांग करता है। മറ്റുള്ള രാജ്യങ്ങളിൽ ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കുവാനും ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തുവാനും ഞങ്ങൾക്കൊരു രാജാവിനെ ആവശ്യമാണ് എന്ന് ഇസ്രായേൽ മക്കൾ കർത്താവിന് ശമൂവേലിനോട് പറയുമ്പോൾ ശമൂവേല് കോപിഷ്ഠനാകുന്ന കാഴ്ച നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. तो जैसा दूसरा अन्य देशों में राजा जैसा है वैसा हमारा देश में भी इजराइल में भी राजा चाहिए करके लोगों ने जब आग्रह किया तो वो आग्रह को देखकर शमूएल को गुस्सा आया। അത് നമ്മൾക്കറിയാം അത് എന്തുകൊണ്ടാണ് ഈ ഇസ്രായേൽ ജനം ശമൂവേലിനോട് അങ്ങനെ പറയുവാൻ കാര്യം എന്നുള്ളത് 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പണ്ട് നമ്മൾക്ക് ഏലി പ്രവാചകന്റെ അടുത്ത് ശമൂവേലായിരുന്നപ്പോൾ അന്നേരം ഏലി പ്രവാചകന്റെ മക്കളെ കുറിച്ച് അവിടെ പറയുന്ന ഒരു കാഴ്ച നമ്മൾക്ക് അറിയാം. അവര് ദുരാഗ്രഹികളെയും ദുഷ്ടന്മാരുമാണ് എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. तो वो 8वां अध्याय में पढ़ते समय में हम देखते हैं कि क्यों उसका ये सब का पीछे का कारण लोगों के बीच में है करके देखते समय में उसका शुरुआती आरंभ में हम देखते समय में जो एली जो उस समय का जो महायाजक था उसका पुत्र लोगों ने किस रीति से परमेश्वर का विरुद्ध कार्य किया करके वो बातों को हम पढ़ते हैं. അവിടെയുള്ള മൂപ്പന്മാരെല്ലാവരും കൂടെ കൂടിക്കൊണ്ടാണ് ശമൂവേലിന്റെ അടുക്കൽ ഈ കാര്യം പറയുന്നത് 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. और उधर के सारे प्राचीन लोग जो बुजुर्ग लोग थे 8-4 में पढ़ते समय में वो लोग सब ये बातों को अपेक्षा कर देने के लिए वो लोग शमूएल के पास आता है. ശമൂവേലിന്റെ പുത്രന്മാരെ കൊണ്ട് ഇനി അടുത്തത് ശമൂവേൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യായപാലനം ചെയ്യുവാൻ അവരെ കൊണ്ട് സാധിക്കില്ല. അവന്റെ കാരണം അവർ പറയുന്നത് അവന്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു കളയുന്ന മക്കളായിട്ടാണ് ശമൂവേലിന്റെ മക്കളെ അവിടെ കാണുവാൻ കഴിയുന്നത്. तो वहां पर शमूएल के बच्चों के विषय में उन लोग ने आरोप लाया और कहा कि तेरे मरने के बाद तेरे बच्चे सही रास्ते में नहीं चल रहे क्योंकि उन लोग परमेश्वर के विरुद्ध कार्य कर उन लोग ने कार्य किया बोलकर उन लोग ने अपेक्षा किया. അതിന്റെ 1 ശമൂവേൽ 8-ാമത്തെ 5-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവനോട് നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴി നടക്കുന്നില്ല, ആകയാൽ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിയമിച്ചു തരണം എന്നാണ് അവർ അപേക്ഷിക്കുന്നത്. वाक्य 5 में हम देखते हैं कि उन लोगों ने कहा कि तू तो बूढ़ा हो गया है और तेरे पुत्र तेरे पर राज ऐसा नहीं चलता और हमारे बीच में न्याय करने के लिए जातियों के रीति के अनुसार हमारे लिए एक राजा नियुक्त कर दे. അത് ശമൂവേലിന് വളരെ അനിഷ്ടമായി തോന്നി എന്ന് നമ്മൾക്ക് അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. और ये बात सुनकर वाक्य 6 में हम पढ़ते हैं कि जो शमूएल को ये बात पसंद नहीं आया. അന്നേരം കർത്താവ് പറയുന്നുണ്ട് അവർ അപേക്ഷിക്കുന്നത് നീ അവർക്ക് ചെയ്തു കൊടുക്കുക. അതിന്റെ 7-ാം അധ്യായത്തിന്റെ 2-ാമത്തെ ഭാഗത്ത് വായിക്കുന്നുണ്ട്, ഞാൻ അവരെ ഭരിക്കാതെ വേണം എന്നെയാണ് അവർ തിരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയും. और 7वां वाक्य में यहोवा परमेश्वर शमूएल से कहता है कि तू उनका बात सुन ले उनको चलने दे करके, परंतु क्योंकि उन लोग ने तुझे नहीं निकम्मा जाना बल्कि उन लोग ने मुझे ठुकराया है, मुझे निकम्मा जाना है करके. അന്നേരം അവരുടെ അപേക്ഷ അനുസരിച്ച് ദാവീദ് തൈലക്കുമ്പുമായി പോയി ഒരു ശൗൽ എന്ന് പറയുന്ന ഒരുത്തനെ അവിടെ രാജാവാക്കി വാഴിക്കുന്നതായി നമ്മൾക്ക് അതിന്റെ മുന്നോട്ടുള്ള വാക്യങ്ങൾ വായിക്കും. 9-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾക്ക് അത് കാണുവാൻ കഴിയുന്നുണ്ട്. और फिर हम नीचे का अध्यायों में जब पढ़ते समय में हम देखते हैं कि वो अभिषेक का तेल लेकर जाकर शाऊल को राजा बनाता है. അന്നേരം ശൗലിനെ കുറിച്ച് നമ്മൾക്ക് അറിയാവുന്ന കാര്യം നമ്മൾക്ക് അറിയാം. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമ്മൾക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് ഈ ശൗലിന് വെറും 2 സംവത്സരം മാത്രമേ ഇസ്രായേലിനെ ഭരിക്കുവാൻ സാധിച്ചുള്ളൂ എന്ന് നമ്മൾക്ക് അതിന്റെ 13-ാം അധ്യായം വരുമ്പോൾ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ആ 13-ാം അധ്യായത്തിൽ അവൻ കർത്താവിന് ഹിതകരമല്ലാത്തത് ചെയ്തുകൊണ്ട് അവനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. और उसके बाद 13 अध्याय में आते समय में शाऊल अधिकार में हो जाने के बाद 13 का 1 में बस 2 साल में ही वहां पर हम देखते हैं कि क्या हो गया कि शाऊल ने यहोवा परमेश्वर का जो इच्छा था उसके अनुसार राज्य ना करने की वजह से प्रभु ने उसको निकाल दिया था. അതിനുശേഷമാണ് ദൈവം ബോധിച്ച ഒരു മനുഷ്യനെ
തിരഞ്ഞെടുക്കുവാൻ ശമൂലിനോട് പറയുന്നുണ്ട്. उसके ये 2 साल के बाद है, वहां पर परमेश्वर शमूएल से कहता है कि मुझे जो प्रसन्न करने वाला जो पुरुष है उसको जाकर चुनकर राजा बनाओ। ഈശായുടെ ഭവനത്തിലേക്ക് ദാവീദിനെ ഈശായുടെ ഭവനത്തിലേക്ക് ശമൂലിനെ അയക്കുന്നതായി നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. और ईशा का घर में जाकर अभिषेक करने के विषय में हम देखते हैं। അതിന്റെ 16-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾക്ക് അത് മനസ്സിലാകും. ദാവീദിന്റെ തിരഞ്ഞെടുപ്പ് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 16 अध्याय में हम पढ़ते हैं कि दाऊद को चुनते हैं। അതിന് അവിടെ നമ്മൾക്ക് ദർശിക്കുവാൻ കഴിയുന്നത് ദാവീദിന്റെ ഭവനത്തിൽ ചെന്നു. എന്നാൽ ശൗലിന് അങ്ങോട്ട് പോകുവാൻ ഭയങ്കര ഭയമായിരുന്നു. കാരണം ശൗൽ എന്തെങ്കിലും അവനെ ചെയ്യുമോ എന്നുള്ള ഒരു ഭയം ശൗലിനുണ്ടായിരുന്നു. तो शमूएल को जब आज्ञा मिला जैसे के घर पे जाने के लिए, तो भी शमूएल उतना आनंदित नहीं था, क्योंकि वो डरता था कि शाऊल राजा उसके खिलाफ कुछ कर बैठा तो। അതിന്റെ 16-ാമത്തെ വാക്യം 2-ാമത്തെ വാക്യത്തിൽ വായിക്കണം. അതിന്റെ ശമൂവേൽ, ഞാൻ എങ്ങനെ പോകും? ശൗൽ കേട്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ, നീ ഒരു പശുക്കിടാവിനെയും കൊണ്ട് ഞാൻ യഹോവയ്ക്ക് യാഗം കഴിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് അവിടെയുള്ള ജനങ്ങളോട് പറയണം എന്ന് പറഞ്ഞു. तो शमूएल वहां पर 16:2 में वो पूछता है कि मैं क्यों कर मैं वहां पर जाऊं? यदि शाऊल ने सुन लेगा तो वो मुझे घात करेगा करके। तब यहोवा उसे कहता है कि एक बछिया के साथ तू वहां पर जाना और कि कहना कि यहोवा के लिए यज्ञ करने के लिए आया हूं। നമ്മൾക്കറിയാം, ശൗലിന്റെ വരവിൽ ഇസ്രായേൽ ജനം മുഴുവൻ അവിടെ വളരെ പരിഭ്രാന്തരായി ഇരിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മൾക്ക് അവിടെ ദർശിക്കുവാൻ കഴിയുന്നത്. और वहां पर हम देखते हैं कि शाऊल का राज्य का अधिकार में रहते समय में लोग एकदम निराश थे। അതുകൊണ്ട് നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. ശമൂവേലിന്റെ വരവില് അവർ ചോദിക്കുന്നുണ്ട്, ശുഭമല്ലയോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. और इसलिए शमूएल जब वहां पर गांव में पहुंचा तो लोग उनको पूछने लगे, सब बात बराबर तो है ना, सब बात सही है कि नहीं करके लोग उसको पूछ रहे हैं। അതിന് അവരെ സമാധാനിപ്പിക്കുവാൻ വേണ്ടിയാണ് അവൻ പറയുന്നത്, ഞാൻ കർത്താവിന് യാഗം കഴിക്കുവാനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് അവൻ പറയുന്നുണ്ട്. तो वहां पर वाक्य 5 में पढ़ते समय में वो वहां पर कहने लगा, मित्र भाव से मैं आया हूँ और मैं यहाँ पर यहोवा के लिए यज्ञ करने आया हूँ। എന്നാൽ ഈശായുടെ മക്കളെ ശുദ്ധീകരിച്ച് ആ യാഗത്തിന് ക്ഷണിക്കുന്നതായി നമ്മൾക്ക് മുന്നോട്ടുള്ള ഭാഗങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. और फिर उसी में हम देखते हैं कि उसने यिशया और उसके पुत्रों को पवित्र करके यज्ञ में आने के लिए वो न्योता दिया। നമ്മൾക്കറിയാം, ഈശായുടെ എല്ലാ പുത്രന്മാരും വന്നു. ഒടുവിൽ അവരെ ആരും തെരഞ്ഞെടുത്തില്ല. അന്നേരം കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ മനുഷ്യൻ നോക്കുന്നത് പോലെ നീ നോക്കരുത്. യഹോവ കൽപ്പിക്കുന്നത്, ഞാൻ കൽപ്പിക്കുന്നത് ആളിനെ നീ തിരഞ്ഞെടുക്കണം. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നു. और यिशया का बच्चों को देखने के बाद शमूएल को लगा इसमें से कोई एक राजा होगा करके। लेकिन वाक्य 7 में वहां पर प्रभु कहता है कि मनुष्य तो बाहरी रूप को देखता है, परंतु मैं यहोवा मनुष्य का हृदय को देखता हूँ। ഈശായുടെ എല്ലാ മക്കളെയും അവിടെ മുന്നിൽ കൊണ്ടുവരുത്തിപ്പോ ഇവരെ എല്ലാം അവൻ തള്ളിയതായി നമ്മൾക്ക് വായിക്കാം. എന്നാൽ അവസാനം ശമൂവേൽ ഈശായോട് ചോദിച്ചുകൊണ്ട്, നിന്റെ മക്കൾ എല്ലാവരും ആയോ എന്ന് ചോദിക്കുമ്പോൾ മക്കളിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയിക്കുന്നു എന്ന് പറയുന്ന വാക്ക് നമുക്ക് ദർശിക്കുവാൻ കഴിയും. तो सब बच्चों को मिलने के बाद शमूएल वहां पर पूछ रहा है जैसे को, क्या तेरा सब बच्चे हो गए क्या करके। तब जैसे कहता है कि नहीं, एक छोटा बेटा अभी भी है जो बकरों को भेड़ बकरिया को देख रहा है करके बोलकर तो उसको बुलाने के लिए न्योता दिया। ശമൂവേൽ മുഖാന്തരം ശമൂവേൽ ഈശായോട് പറഞ്ഞു, അവനെ ആളയച്ചു വരുത്തി, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കുകയില്ല എന്ന് അതിന്റെ 11-ാമത്തെ വാക്യ അവസാന ഭാഗത്ത് നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നു. और 11 वाक्य में हम पढ़ते समय में वहां पर शमूएल कहता है कि तू जा और उसको लेकर आ, जब तक वो नहीं आएगा तब तक हम खाने के लिए नहीं बैठेंगे करके आज्ञा दिया। ദാവീദ് എങ്ങനെയുള്ളവനൊക്കെയാണ് എന്നുള്ളത് നമ്മൾക്ക് മുന്നോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 12-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ നമ്മൾക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്, അങ്ങനെ ദാവീദിനെ രാജാവാക്കി രാജസ്ഥാനത്തിൽ എടുക്കുന്നതിന് മുമ്പ് നമ്മൾക്കറിയാം ഇവൻ ശൗലിന് ഒരു ശത്രുവായിരുന്നു എന്ന് നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. तो हम उस नीचे पढ़ते समय में दाऊद का रूप के विषय में हम सब देखते हैं। तो इस रीति से भले ही वो इस रीति से चुना तो गया था, परंतु भले ही दाऊद राजा नहीं बना था तो भी शाऊल के लिए वो एक शत्रु के समान था। ഏതേലും വിധത്തിൽ ദാവീദിനെ വകവരുത്തണം, കൊന്നുകളയണം എന്നുള്ള ആ ഭാവത്തിലാണ്
ശൗലിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. और फिर आगे के अध्याय में हम पढ़ते समय में शाऊल का बस एक ही इच्छा था कि किसी रीति से दाऊद का घात किया जाए. എന്നാൽ ദാവീദ് രാജഭാരം ഏറ്റുകഴിഞ്ഞതിന് ശേഷം വലിയവനായ ദൈവം ഇസ്രായേൽ മക്കളെ എണ്ണത്തിലും പെരുപ്പത്തിലും വളർത്തി എന്ന് നമ്മൾക്ക് മുന്നോട്ടുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ വായിക്കാം. 24-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നത് ദാവീദിന്റെ ഹൃദയം അവിടെ നിഗളിച്ചതായി നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. और फिर दाऊद का इस रीति से अधिकार में आने की वजह से इजराइल में बहुत अच्छा सा उन्नति हुई, इतना उन्नति की जनसंख्या के में भी उसमें उन्नति हुआ, और जिसके वजह से उसके अंदर घमंड आया लोगों का गिनती लेने के लिए, जो हम लोग 10वां वाक्य है शमूएल 24:10 में हम पढ़ते हैं. നമ്മൾക്കറിയാം ഈ ഇത്രമാത്രം അവന്റെ ഹൃദയം നിഗളിക്കുവാനുള്ള കാരണമൊക്കെ വലിയവനായ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് അവന് ലഭിച്ച നന്മകളും അവന് ലഭിച്ച ആ മുൻഗണനയും ഇസ്രായേലിന്റെ ഏറ്റവും വലിയ, അതുപോലെ തന്നെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദാവീദിനെ കുറിച്ച് കർത്താവ് പറയുന്നത് അവൻ എന്റെ ഹൃദയപ്രകാരമുള്ളവനാണ് എന്ന് പറയുന്ന വാക്ക് നമ്മൾക്ക് ദർശിക്കുവാൻ കഴിയുന്നുണ്ട്. दाऊद एक ऐसा व्यक्ति था जो यहोवा के मन के समान हृदय का जानने वाला व्यक्ति था, उतना वो यहोवा से अनुग्रह पाया हुआ व्यक्ति था. അത് രണ്ടാമതായി നമ്മൾക്ക് അവിടെ ദർശിക്കുവാൻ കഴിയുന്നത് അവൻ ദൈവാശ്രയം കുറഞ്ഞു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. परंतु आगे हम चलते देखते समय में हम देखते हैं कि दाऊद को यहोवा के ऊपर जो आश्रय करना, निर्भर करना था, वो कम होता रहा. ഏത് കഷ്ടങ്ങളിലും ഏത് പ്രയാസങ്ങളിലും ഏത് ബുദ്ധിമുട്ടിന്റെ സമയത്തും കർത്താവ് ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് തിരുവചനം വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. दाऊद जब भी कष्ट और तकलीफ में रहते समय में यहोवा परमेश्वर साथ में था करके ये हम पढ़ते समय में हमको मालूम पड़ता है. നമ്മൾക്കറിയാം ദാവീദും ശൗലും ഒരേ ഗുഹയുടെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നത് ഒരു ചാൺ ദൂരത്തിൽ അപ്പുറവും ഇപ്പുറവും ഇരിക്കുമ്പോഴും വലിയവനായ ദൈവം ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് അറിയുവാൻ സാധിക്കുന്നുണ്ട്. हम देखते हैं कि जब साउल राजा दाऊद को मारने के लिए जब गुफा में भी आया तो भी वो आपस में वो लोग ज्यादा दूरी में नहीं थे, एकदम नजदीक दूरी में थे, तभी भी यहोवा परमेश्वर ने दाऊद को बचाया, हिफाजत किया करके हम पढ़ते हैं. അവൻ ചെയ്ത എല്ലാം ശുഭമായിരുന്നു എന്ന് നമ്മൾക്ക് അവന്റെ കാലത്തെ സമാധാനവും സന്തോഷവും അതുപോലെ തന്നെ ദൈവാശ്രയം ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾക്ക് ഈ 24-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാവീദിന് ദൈവാശ്രയം കുറഞ്ഞതായി നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. तो दाऊद जो भी करता था उस सब में प्रभु का आशीष होता था और लाभदायक होता था, परंतु 24वां अध्याय में आते समय में हम देखते हैं कि प्रभु पर जो आश्रय करने का जो दशा था वो उसका कम हो गया. തന്റെ പടനായകനായ യോവാബ് രാജാവിനോട് പറയുന്ന ഒരു വാക്യം, യജമാനായ രാജാവിന്റെ കാലത്ത് തന്നെ നിന്റെ ദൈവമായ യഹോവയെ ജനത്തെ ഇപ്പോൾ ഉള്ളതിൽ 100 ഇരട്ടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് അവരെ എണ്ണുന്നത്? നീ യഹോവയോട് ദോഷം ചെയ്യുകയല്ലേ എന്ന് പടനായകനായ യോവാബ് ദാവീദിനോട് പറയുന്നുണ്ട്. तो जब उसको गिनती करने का इच्छा हुआ तो राजा जो दाऊद राजा का जो सेनापति था योआब, वो कहता है कि परमेश्वर ने तो इतना प्रजा को बढ़ाकर दिया है, तो क्यों अभी परमेश्वर के खिलाफ पाप कर रहा है बोलकर वहां पर योआब आकर पूछता है 24:2 में. മോശയുടെ കാലത്തെ വലിയവനായ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി മോശ ഇസ്രായേൽ മക്കളെ എണ്ണുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. हम जानते हैं कि मूसा के समय में परमेश्वर का वाणी आया था, जिसके वजह से मूसा ने लोगों का गिनती किया. നമുക്ക് അത് ഉൽപ്പത്തി പുസ്തകം പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. മോശ മുഖാന്തരം ഇസ്രായേലിന്റെ മക്കളെ എണ്ണുമ്പോൾ കുലമായും ഗോത്രമായുമാണ് അവിടെ എണ്ണപ്പെടുന്നത് എന്ന് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. और निर्गमन का पुस्तक में पढ़ते समय में वहां पर मूसा ने लोगों को जाति के रूप में उसने गिना करके. എന്നാൽ നമ്മൾക്ക് ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എണ്ണുന്ന സമയത്ത് ജനങ്ങൾക്ക് യാതൊരു ദോഷവും ഉണ്ടാകുവാൻ അവരെ ബാധിക്കാതിരിക്കുവാൻ തക്കവണ്ണം വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം എന്ന് ഒരു മുന്നറിയിപ്പ് ദാവീദിന് കൊടുക്കുന്നുണ്ട്, മോശയ്ക്ക് കൊടുക്കുന്നുണ്ട്. और इस रीति से मूसा को ये बात बताया भी गया था कि तू ऐसा गिनती लेते समय में लोगों के ऊपर कोई भी प्रकार का विपत्ति या हानि नहीं होगा करके. 2 പ്രാവശ്യം മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളെ എണ്ണുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്.
2 बार है मूसा ने लोगों को गिना। മിസ്രൈമിൽ നമ്മൾ യാത്ര ചെയ്ത് പുറപ്പെട്ടു വന്നതിന് ശേഷം രണ്ടാമതും നമ്മൾക്ക് മോശ ഇസ്രായേൽ ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായിട്ടാണ് മോശ ഇസ്രായേൽ മക്കളെ എണ്ണുന്നത്. और मिस्र देश से वो लोग छुटकारा पाकर निकलने के बाद वहां पर फिर से उन लोगों को गिना करके, जंगल में गिना करके, वहां पर यहोवा का वाणी आने के बाद गिना करके हम देखते हैं। അത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് സംഖ്യാപുസ്തകം 26-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിച്ചതുപോലെ ഗോത്രമായും കുലമായും 20 വയസ്സിന് മേലെ പരിചയമുള്ളവരെ മാത്രം എണ്ണി അത് നമ്മൾ കണ്ടത് 6,01,730 പേര് എന്ന് കണക്ക് യോവാവ് അവിടെ കൊടുക്കുന്ന കാഴ്ച, നമ്മൾ മോശയ്ക്ക് കൊടുക്കുന്ന കാഴ്ച നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയും. और वो हम लोग गिनती का पुस्तक में जब 26वां अध्याय में वहां पर पढ़ते समय में वहां पर हम देखते हैं कि मूसा ने फिर से जब लोगों को गिना, कुल गाली के एक गोत्रों को लेकर उसने लोगों का उसने संख्या किया था, और जिसके वजह से അങ്ങനെയുള്ള സ്ഥാനത്താണ് ദാവീദിന് ഇവിടെ അവന്റെ നിഗളം മുഖാന്തരം അവൻ പാപം ചെയ്തത് മൂലം, അവന്റെ അനുസരണക്കേട് മൂലം, ദൈവാശ്രയം നഷ്ടപ്പെട്ടത് മൂലം അവൻ ഇവിടെ ഇസ്രായേൽ മക്കളെ എണ്ണുവാൻ അവന്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചത്. परंतु यहाँ पर हम दाऊद जब गिनती लेते समय में हम देखते हैं कि परमेश्वर की इच्छा के खिलाफ, और वो अपने घमंड और अहंकार में उन लोगों का गिनती करता है। ഇതിനോട് ചേർന്ന് 1 ദിനവൃത്താന്തത്തിന്റെ പുസ്തകം 21-ാം അധ്യായം ഇതേ രീതിയിൽ തന്നെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. അത് രണ്ടാമത്തെ ഒരു ദാവീദ് ഇസ്രായേൽ മക്കളെ എണ്ണുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. पहला इतिहास का 21वां भी पढ़ते समय में वहां पर दाऊद फिर से गिनती लेता है करके हम देखते हैं। എന്നാൽ ഇവിടെ ദാവീദ് അനുദപിക്കുന്ന ഒരു ദാവീദിനെയാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. परंतु यहाँ पर एक पश्चाताप करने वाला दाऊद को हम देखते हैं। അവനൊരു മാനസാന്തരം ഉണ്ടായി എന്ന് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. वो मन यहाँ पर मन फिरावट हुआ करके हम यहाँ पर हम देखते हैं। മാനസാന്തരം ഉണ്ടായത് കൊണ്ട് ദാവീദിന് ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്കൊന്ന് ചിന്തിക്കാം. और उस मन फिरावट की वजह से दाऊद में क्या क्या बदलावट हुआ, वो बात को जरा देखेंगे। അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് വായിക്കാൻ കഴിയുന്നത്, എന്നാൽ ദാവീദ് ജനത്തെ എണ്ണിയ ശേഷം തന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു യഹോവയോട് ഞാൻ പാപം ചെയ്തു എന്ന്, മഹാപാപം എന്ന് അവൻ പറഞ്ഞു. എന്താ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്? ദാവീദിന് ഒരു നല്ല മനസ്സ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് അവിടെ ദർശിക്കുവാൻ കഴിയും. और वहां पर दाऊद वो यहोवा कहता है कि गिनती रहने के बाद वो पश्चाताप हुआ करके, उसको बुरा लगा कि उसने ऐसा किया, जिसके वजह से वो दाऊद का जो मन फिरने वाला एक मन को वहां पर हम देखते हैं, पश्चाताप का मन को देखते हैं। അവന് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്തത് തെറ്റിപ്പോയി എന്നൊരു ഒരു പശ്ചാത്താപം അവനുണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. और मैंने जो किया है वो मैंने गलत किया है बोलकर इस रीति से पश्चाताप भी उसके अंदर हुआ। യഹോവയ്ക്ക് ഇഷ്ടമില്ലാത്തതാണ് ചെയ്തു പോയത് എന്ന് താൻ തന്നെ തെറ്റിപ്പോയി എന്ന് അവിടെ പറയുന്നുണ്ട്. और यहोवा को जो चीज पसंद नहीं था वो मैंने किया करके ऐसा उसने मान लिया। അവനൊരു നല്ല മനസ്സുള്ളത് കൊണ്ടാണ് അവൻ കർത്താവിനോട് ആ പാപം ഏറ്റുപറയുവാൻ ഇടയായത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. क्योंकि उसके अंदर पश्चाताप का मन था, वो अच्छा मन से, इस मन से वो यहोवा परमेश्वर की उपस्थिति में विनती करता है, क्षमा मांगता है। അതിന് നമ്മൾക്ക് രണ്ടാമതായി ആ ഭാഗത്തന്നെ ആ 10-ാം വാക്യത്തിൽ തന്നെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ഒരു നല്ല മാനസാന്തരം അവൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. और 10वां अध्याय वाक्य में पढ़ते समय में वहां पर हम देखते हैं कि वो पश्चाताप रीति से होने की रीति से वो विनती करता है करके। അവിടെ തന്റെ തെറ്റ് താൻ അംഗീകരിക്കുന്ന ഒരു ദാവീദിനെയാണ് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. और उन्होंने जो किया हुआ गलती को मान लेने का स्वभाव वाला दाऊद को हम देखते हैं। എന്നാൽ നമ്മൾക്ക് അതിന്റെ 2-ാമത്തെ ഭാഗത്തിൽ ഇപ്രകാരമായിരിക്കുന്നത്, എന്നാൽ യഹോവേ അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ, ഞാൻ വലിയ ഭോഷത്വം ചെയ്തു പോയി എന്ന് പറഞ്ഞു. और इस रीति से वो कहता है कि यहोवा परमेश्वर से, परंतु अब अपने दास को तू अधर्म को तू दूर कर, क्योंकि मैं दास ने बहुत बड़ा मूर्खता किया है करके हम पढ़ते हैं। ഒരിക്കലും ഞാൻ ചെയ്യേണ്ടാത്ത ഒരു കാര്യമാണ് ഞാൻ ചെയ്തു പോയത്. जो चीज मैं नहीं करना चाहिए था वैसा वो काम मैंने किया। എന്ത് കാര്യമായാലും യഹോവയുടെ അരുളപ്പാട് ചോദിച്ചതിന് ശേഷമാണ് ദാവീദ് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് തിരുവചനം വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. जो भी चीज करते समय में यहोवा परमेश्वर से
उनका इच्छा क्या है जानकर करना चाहिए था। എന്നാൽ ഇവൻ യഹോവയോട് ചോദിക്കാതെ അവൻ ചെയ്തതിന് ഒരു പശ്ചാത്താപമായിട്ട് ഒരു മാനസാന്തരം അവന് ഉണ്ടായി എന്ന് നമ്മൾക്ക് ഇവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. परंतु उसने जो किया हुआ गलती को गलती है करके एहसास होकर वो मन फिर कर पश्चाताप से वो विनती करता है प्रभु से। ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നുള്ള ഒരു മനസ്താപം അവനുണ്ടായി. मैंने गलती कर बैठा बोलकर ऐसा अवस्था में वो पश्चाताप किया। ഒരിക്കലും ഞാൻ യഹോവയ്ക്ക് എതിരായിട്ട് ചെയ്യേണ്ടാത്ത കാര്യമാണ് എന്നിൽ നിന്ന് വന്നു പോയത് എന്ന് പറഞ്ഞ് അവൻ ആ തെറ്റിനെ അംഗീകരിക്കുന്ന ഒരു ദാവീദിന്റെ മനസ്സിനെ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. जो चीज में नहीं करना चाहिए था वो चीज कर बैठा, कभी नहीं करना चाहिए बोलकर इस रीति का मनोभावना में वो विनती करता है। എന്നാൽ നമ്മൾക്ക് മൂന്നാമതായി നമ്മൾക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതിന്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട് അവൻ ചെയ്ത പാപത്തിന്റെ പരിണത ഫലം അത് തന്നെ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. और 10 से 16 तक पढ़ते समय में वहां पर उसने किया हुआ गलती का उसका जो परिणाम क्या हुआ करके हम देखते हैं। ക്ഷാമം അവന്റെ ജീവിതത്തിൽ അവൻ മുന്നിൽ കാണുന്നുണ്ട്. तो अब हमारे सामने भी इस रीति का विपत्ति का अवस्था को हम देखते हैं। പരാജയപ്പെട്ട് ശത്രുവിന്റെ മുമ്പിൽ പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട്. तो हमारे जीवन में भी इस रीति से एक हारा हुआ दशा में शत्रु के सामने गिरा हुआ पड़ा रहने का हालत हमारे साथ भी हो सकता है। അതിനുവേണ്ടി നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുത്തേക്ക് അയക്കുന്ന കാഴ്ച നമ്മൾക്ക് കാണുവാൻ കഴിയും. और फिर ऐसा परिस्थिति जब दाऊद के सामने हुआ तो नादान भविष्यवक्ता को उसके पास वो आता है। ദാവീദ് ചെയ്ത തെറ്റ്, ദാവീദ് ചെയ്ത കുറ്റം നാഥാൻ പ്രവാചകൻ മുഖാന്തരം അവനോട് പറയുന്നുണ്ട്. तो दाऊद ने किया हुआ गलती का क्या है करके समझाने के लिए नादान भविष्यवक्ता वहां पर आकर उसको बताता है। അവൻ ചെയ്ത തെറ്റിന് പരിണിത ഫലം ഇവിടെ അതിന്റെ 12ാമത്തെ വാക്യത്തിൽ നമ്മൾ 24ാം അധ്യായം 2 ശമൂവേൽ 24 12ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ദാവീദ് ചെയ്ത പാപത്തിന്റെ പരിണിത ഫലം അവൻ അനുഭവിക്കുവാൻ പോകുന്ന നാഥാൻ പ്രവാചകൻ മുഖാന്തരം അവനോട് അരുളി ചെയ്തത് നമ്മൾക്ക് 12ാമത്തെ വാക്യത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്. और दूसरा शमूएल 24 का 12 से जब हम पढ़ते समय में वहां पर हम देखते हैं कि वो नादान भविष्यवक्ता आकर उसका परिणाम क्या होगा करके उस विषय में 13 वाक्य में हम पढ़ते समय में हम देखते हैं। അവിടെ ഇപ്രകാരം പറയുന്നുണ്ട് നാഥാനോട് നീ ചെന്ന് ദാവീദിനോട് ഞാൻ 3 കാര്യം നിന്റെ മുമ്പിൽ വെക്കുന്നു, അതിൽ ഒന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക, അത് ഞാൻ നിന്നോട് ചെയ്യും, ഇന്നിന്ന പ്രകാരം യഹോവ അരുളി ചെയ്യുന്നു എന്ന് നാഥാൻ ദാവീദിനോട് പറഞ്ഞു. और उसलिए भविष्यवक्ता ने आकर दाऊद को आकर कहता है कि 3 बातें मैंने तेरे सामने उपस्थिति में रखा है, जैसे इन तीनों बातों को तुझे से कोई एक बात को चुनना है बोलकर ऐसा यहोवा परमेश्वर ने मुझसे कहा है बोलकर उसके सामने वो बातों को रखता है। എന്തായാലും നമ്മൾക്ക് 13ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട് ആ 3 കാര്യം എന്താണെന്ന് അവിടെ വ്യക്തമായിട്ട് ദാവീദ് പ്രവാചകൻ അവിടെ പറയുന്നതായിട്ട് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. और शमूएल 24 का 13 में पढ़ते समय में गाद भविष्यवक्ता ने आकर जो बात क्या है बातें हैं 3 बातें शर्त था वो 13 वाक्य में हम पढ़ते हैं। അവിടെ പറയുന്നുണ്ട് നിന്റെ ദേശത്തെ 7 സംവത്സരത്തെ ക്ഷാമം ഉണ്ടാവും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അല്ലെങ്കിൽ 3 മാസം നിന്റെ ശത്രുക്കൾ നിന്നെ പിന്തുടരും, നീ അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയോ ചെയ്യുകയോ, അല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം നിന്റെ ദേശത്തെ 3 ദിവസത്തെ മഹാമാരി ഉണ്ടാകുകയോ, എന്ത് വേണം എന്നെ അയച്ചവനോട് ഞാൻ മറുപടി പറയേണ്ടതിന് നീ ആലോചിച്ച് കാര്യം പറയുക എന്നാണ് നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ. और वहां पर हम देखते हैं कि प्रभु गाद भविष्यवक्ता आकर कहता है कि 3 विषय है। पहला विषय या तो 7 साल का अकाल होगा, दूसरा विषय या तो 3 महीने तक तेरा शत्रु तेरे पीछा करते रहेंगे, और या तीसरी बात या 3 दिन तक महामारी तेरे लोगों के ऊपर आएगी करके, देश पर आएगी करके, इसमें से तू कौन सा बात चुनता है करके पूछा। അത് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് സന്മനസ്സോടുകൂടി സ്വീകരിക്കുന്ന ഒരു ദാവീദ്, അവന് ഒരു മനസ്സ് നല്ലൊരു മനസ്സ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. और वो उपस्थिति में अपेक्षा करते हुए दया पूर्वक वो गिरकर पूछता है। ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് യോനായുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു കാര്യം കാണുവാൻ കഴിയുന്നുണ്ട്. യോനായുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 2ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്.
യോനയുടെ പുസ്തകം 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ഒരു വാക്യം നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. इस അവൻ रीति യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെ അല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീസിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയും ഉള്ള ദൈവമായി അനർത്ഥത്തെ കുതിച്ച് അനുദപിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു എന്ന് നമ്മൾക്ക് അവിടെ യോനയോടുള്ള ബന്ധത്തിൽ നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. जोना के इसी संबंध के विषय में एक बात को हम जोना का पुस्तक में पढ़ते हैं। योना वहां पर उसका 4:2 में वहां पर वो यहोवा परमेश्वर से वो प्रार्थना कर विनती करते समय में वो कहता है कि क्योंकि मैं जानता था कि तू अनुग्रहकारी दयालु परमेश्वर है, बिल्कुल कोप ना कर करुणा दिखाने वाला, दुख देने से प्रसन्न नहीं होता है करके ये बात मैं जानता था करके योना वहां पर परमेश्वर से कहता है। ഇവിടെ നമ്മൾക്ക് 14-ാമത്തെ വാക്യത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്. 2 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നത്, ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവന്റെ കരുണ വലിയതല്ലോ, മനുഷ്യന്റെ കയ്യിൽ വീഴരുത് എന്ന് പറഞ്ഞു. और इसीलिए ये जब उसको ऑप्शन मिलते हैं समय में वाक्य 14 में दाऊद गाद भविष्यवक्ता से कहता है कि मैं एक बहुत बड़ा संकट में मैं अभी हो चुका हूँ, इसलिए हम यहोवा के हाथों में पड़े हैं, क्योंकि उसकी दया बड़ा है बोलकर मनुष्य का हाथ में मैं नहीं पड़ूंगा बोलकर वो समर्पण करता है। എന്നാൽ നമ്മൾക്കറിയാം, മനുഷ്യന്റെ കയ്യിൽ വീഴുന്നത്, യഹോവയുടെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ് എന്ന് നമ്മൾക്ക് തിരുവചനത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്. क्योंकि मनुष्य के हाथ में गिरने से अच्छा यहोवा के हाथ में गिरना ही उत्तम है करके हम वचन में पढ़ते हैं। നമ്മൾക്കറിയാം, ദാവീദിന് ഒരു നല്ല മനസ്സുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവൻ കരുണയും ദീർഘക്ഷമയും ഉള്ള ദൈവമാണ് എന്ന് ദാവീദിനെ നല്ലവണ്ണം രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ദാവീദ്. दाऊद एक ऐसा व्यक्ति है जिसने यहोवा का दया और करुणा को समझकर चखा हुआ व्यक्ति है। നമ്മൾക്കറിയാം, ആ 3-ാമത്തെ കാര്യം അവൻ അതിനു വേണ്ടി ഏറ്റെടുക്കുന്നതായി നമ്മൾക്ക് അതിന്റെ പരിണത ഫലം അവൻ ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിൽ അവൻ അത് കർത്താവിനോട് ചോദിക്കുന്നതായി നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 15-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. और 15 वाक्य पढ़ते समय में जो तीसरा शर्त था वो लोगों के ऊपर आया करके हम पढ़ते हैं। നമ്മൾക്കറിയാം, ഇത്രമാത്രം ജനങ്ങൾ ഉണ്ടായത് 4 ഇരട്ടി വർദ്ധിപ്പിച്ച ജനങ്ങളിൽ നിന്ന് 70,000 പേരെ ബാധ ബാധിച്ചു, അവർ ചത്തുപോയി എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. और इस रीति से इतना ज्यादा लोगों का जनसंख्या जो गिनती में जो इतना ज्यादा हो गया था, परंतु महामारी आने की वजह से लगभग 70,000 लोगों के ऊपर पुरुष लोग विपत्ति में आकर बीमारी होकर रोगी होकर मर गए। നമ്മൾക്കറിയാം, അവിടെ ഈ എണ്ണം എടുത്തപ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ആകെ രാജാവിന് കൊടുത്ത ഇസ്രായേലിന്റെ ആദിവാണികളായ യോദ്ധാക്കൾ 8 ലക്ഷം, യഹൂദന്മാർ 5 ലക്ഷം, 13 ലക്ഷം ജനങ്ങളാണ് ഉള്ളതിൽ നിന്ന് 70,000 പേര് ആ മഹാമാരി ബാധിച്ച് അവര് കൊല്ലപ്പെടുന്നതായി നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. तो जब गिनती लेते समय में लगभग 13 लाख लोगों का जनसंख्या लोगों के में जिसमें वीरों का और सादा पुरुषों का गिनती में आते समय में उसमें से 70,000 लोगों के पुरुषों के ऊपर विपत्ति आ गई, बीमारी आ गई। അത് ദാവീദിന്റെ നിഗളവും ദൈവാശ്രയം കുറഞ്ഞത് മൂലം ഉണ്ടായ ആ വിപത്താണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. जिसके वजह से वो दाऊद का अहंकार और जो परमेश्वर पर आश्रय करना चाहिए था वो निर्भरता छोड़ने के वजह से मिला हुआ परिणाम है। എന്നാൽ അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദാവീദിന് ഒരു നല്ല മനോഭാവം ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. और वाक्य 17 में हम पढ़ते समय में दाऊद का एक अच्छा मन को हम देखते हैं। ജനത്തെ ബാധിക്കുന്ന ദൂതനെ ദാവീദ് കണ്ടിട്ട് യഹോവയോട്, ഞാനല്ലോ പാപം ചെയ്തത്, ഞാനല്ലോ കുറ്റം ചെയ്തത്, ഈ ആടുകൾ എന്ത് ചെയ്തു? നിന്റെ കൈ എനിക്കും എന്റെ പ്രതിഭവനത്തിനും വിരോധമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് അപേക്ഷിക്കുന്ന ദാവീദിനെ നമ്മൾക്ക് അവിടെ കാണാം. और 17 वाक्य में दाऊद वहां पर यहोवा परमेश्वर से विनती करता है कि ये प्रजा ने नहीं मैंने किया है बोलकर, इसलिए मेरे ऊपर विपत्ति और मेरे घराने के ऊपर विपत्ति आने दो, आपका क्रोध आने दो बोलकर वो परमेश्वर की उपस्थिति में विनती करता है। നമ്മൾക്കറിയാം, ദാവീദിന്റെ ആ ഏറ്റുപറച്ചിൽ വലിയവനായ ദൈവം അത് കേൾക്കുകയും അതിന് തക്ക പരിഹാരം നൽകുകയും നൽകുന്നതായി നമ്മൾക്ക് മുന്നോട്ട് വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്.
और दाऊद का इस पुकार को यहोवा परमेश्वर सुनकर उसके पीछे अच्छा एक परिणाम का जवाब भी देता है करके नीचे पढ़ते समय में हम देखते हैं। നമുക്കറിയാം അങ്ങനെ ഒരു നല്ലൊരു മനോഭാവം ഉണ്ടായത് കൊണ്ടാണ് അവൻ ദൈവസന്നിധിയിൽ ചെന്ന് താൻ ഏറ്റുപറഞ്ഞ് ആ കുറ്റം താൻ ഏറ്റുപറയുന്നത്, ഞാനല്ലോ പാപം ചെയ്തത്, എന്റെ പിതൃഭവനുമല്ലോ പാപം ചെയ്ത് ഈ നിരപരാധികളായ ഈ ജനങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ച് അവൻ അവിടെ കർത്താവിന്റെ മുന്നിൽ താനായി തന്നെ മുഴുവൻ സമർപ്പണത്തോടെ അവൻ അപേക്ഷിക്കുന്നതായി നമ്മൾക്ക് വായിക്കുവാൻ കഴിയും. और उसने अपना गलती उसने देखा कि ये लोगों ने नहीं बल्कि मैंने किया है और विपत्ति मेरा घराने में आने दो बोलकर इस रीति से वो गलती को समझकर अपने आप को समर्पण करता है यहोवा परमेश्वर के ऊपर। നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്, ദാവീദ് അങ്ങനെ ചെയ്തത് കൊണ്ട് വലിയവനായ ദൈവം അനുദപിച്ചു അതിൽ നിന്ന് ആ ജനത്തെ രക്ഷിക്കുന്നതായി നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. और दाऊद का इस विनती को देखकर यहोवा परमेश्वर दाऊद का उस प्रार्थना को सुनकर लोगों को बचाता है। എന്നാൽ നമ്മൾക്കറിയാം അതിന് പരിഹാരമായിട്ട് ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. परंतु उसके विपरीत एक कार्य दाऊद को करना पड़ेगा। അത് ഗാദ് പ്രവാചകൻ മുഖാന്തരം അതും അരുളപ്പാട് ചെയ്തിട്ടുണ്ട്. और वो गाद भविष्यवक्ता के द्वारा क्या करना है करके वहां पर यहोवा आके बताता है। അവൻ എവിടെ വെച്ചാണോ കർത്താവ് അവൻ പ്രാർത്ഥിച്ചപ്പോൾ ആ മഹാമാരി വരുത്തുന്ന ദൂതൻ എവിടെയായിരുന്നു, ആ ദൂതൻ അന്നേരം അവിടെ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് അവന് യബൂസ്യനായ അരവനയുടെ കളത്തിന് അടുത്തായിരുന്നു എന്ന് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. और उस समय में हम देखते हैं कि जो महामारी का दूध वो वहां पर जो वाक्य 18 में आते समय में दाऊद उसने यबूसी की ओर का जो शालिकान की ओर वहां पर खड़े रहकर वहां पर रुका था करके हम देखते हैं। വലിയവനായ ദൈവം ആ ദൂതനോട് പറയുന്നുണ്ട്, ജനത്തിന് നാശം ചെയ്യുന്ന ആ നിന്റെ കൈ പുറകോട്ട് വലിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ യബൂസ്യനായ ആരവന്റെ കളത്തിലായിരുന്നു ആ ദൂതൻ നിന്നത് എന്ന് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. और जब यहोवा परमेश्वर ने आज्ञा दिया उस दूत को महामारी को रोकने के लिए रुक जाने के लिए, उस समय में वहाँ अरोना यबूसी के खलिहान में वहां पर था वो घटना वो जगह हुआ करके हम देखते हैं। നമ്മൾക്കറിയാം ഗാദ് പ്രവാചകൻ ഒരു കാര്യം പറയുന്നുണ്ട്, നീ ആ കളത്തിൽ ഒരു യാഗപീഠം പണിത് യാഗം കഴിക്കുകയാണെങ്കിൽ ഈ ജനത്തിന് വന്നു ഭവിച്ചിരിക്കുന്ന ആ വിപത്തിൽ നിന്ന് എന്നേക്കുമായി വിടുതൽ ലഭിക്കും എന്ന് ഗാദ് പ്രവാചകൻ ദാവീദിനോട് പറയുന്ന കാഴ്ച നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയും. और वह 18 वाक्य में जो गाद भविष्यवक्ता है दाऊद को वो वाणी देता है कि ये अरुना का इस जो यबूसी है उसका खलिहान में जाकर वहां पर एक वेदी बांधकर बलिदान करने को प्रभु को दाऊद को कहता है। എന്നാൽ നമ്മൾക്കറിയാം യഹോവയുടെ കൽപ്പന ഗാദ് പ്രവാചകന് ലഭിച്ചത് മൂലം പറഞ്ഞതുപോലെ ദാവീദ് അരവനയുടെ അടുത്തേക്ക് കടന്നു പോകുന്ന ദാവീദിനെ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയും. और जैसा उसको वाणी मिला गाद भविष्यवक्ता के से दाऊद तुरंत जाकर उस वचन को उस बातों को पूरा करने के लिए वो जाता है। എവിടെ വെച്ച് ബാധ നിർത്തണം എന്ന് യഹോവ ദൂതനോട് കൽപ്പിച്ചോ ആ കളത്തിൽ ഒരു യാഗപീഠം പണിത് യഹോവയ്ക്ക് യാഗം കഴിക്കണം എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. जहां पर परमेश्वर ने आज्ञा दिया उस स्वर्गदूत को रुकने के लिए उसी खलिहान में आकर दाऊद वहां पर आकर बलि करने के लिए आता है। അതിന്റെ 18ഉം 19ഉം വാക്യത്തിൽ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് വലിയൊരു മാറ്റം ദാവീദിന് ഉണ്ടായി എന്ന് നമ്മൾക്ക് 18ഉം 19ഉം വാക്യം വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. और दाऊद का जीवन में बहुत बड़ा बदलावट भी आया करके 18-19 में पढ़ते समय में हम देखते हैं। അതുകൊണ്ടാണ് ഗാദ് പ്രവാചകൻ പറഞ്ഞത് അവൻ ചെയ്യുവാൻ ദൈവത്തിന്റെ കൽപ്പന അവൻ അനുസരിച്ച് ആ അരോവനയുടെ അടുത്തേക്ക് പോകുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. और जैसे ही उसको आज्ञा मिला तुरंत वो अरुणा की ओर वो गया प्रभु के वाणी को पूरा करने को। എന്നാൽ നമ്മൾക്ക് അവിടെ കാണുവാൻ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവന് ദാവീദിന്റെ മനസ്സിന് വലിയൊരു മാറ്റം ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് അവിടെ ദർശിക്കുവാൻ കഴിയും. जिसके वजह से हम देखते हैं कि क्योंकि दाऊद के जीवन में मन में बदलावट आया इसलिए वो आज्ञा को मानकर किया। എന്നാൽ നമ്മൾക്ക് 1 ദിനവൃത്താന്തത്തിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ഈ ഇതുപോലെ തന്നെ ഈ സംഭവം നടക്കും. രണ്ടാമത് എണ്ണുമ്പോൾ ഇതുപോലെ തന്നെ സംഭവിക്കുന്ന ആ ഗാദ് പ്രവാചകനെ തന്നെയാണ് അവിടെ അയക്കുന്നത്. നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് അത് ഓർന്നാന്റെ കളത്തിൽ വെച്ചായിരുന്നു ഈ സംഭവം നടക്കുന്നത് എന്ന് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നു.
जब दूसरे बार पहला इतिहास 21 में जब पढ़ते समय में जब दूसरे बार ऐसा घटना होते समय में और इस रीति से सुरदूत ने ये महामारी को रोकते समय में वहां पर हम देखते हैं कि जो ओर्नान का जगह पर था। അവിടെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഓർനാന്റെ കളത്തിൽ നമ്മൾക്ക് അവിടെ കർത്താവിന്റെ ദൂതൻ നിൽക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. वहां पर ओर्नान के जो खलियान में वहां पर यहोवा आज्ञा देता है उसको कार्य करने के लिए। നമ്മൾക്കറിയാം ഈ രണ്ട് കാര്യം കൊണ്ട് നമ്മൾ സംയോജിച്ച് നോക്കുമ്പോൾ വലിയ ഒരു കാര്യം നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. तो ये दोनों भागों को पढ़ते समय में प्रभु का एक बहुत बड़ा कार्य को हम देखते हैं। നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതെ ദാവീദിന് അതിന്റെ 20 മുതൽ 25 വാക്യം 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ത്യാഗം ചെയ്യുവാൻ അവൻ അവൻ പ്രാപ്തനായി തന്നെ പ്രായശ്ചിത്തം ചെയ്ത് അതിൽ നിന്ന് വിമോചനം ലഭിക്കുവാൻ തക്കോണം ഇടയാക്കുന്നോർത്ത് നമ്മൾക്ക് ദൈവത്തെ സ്തുതിക്കാം. यहाँ पर हम दाऊद को 20 से 25 पढ़ते समय में प्रभु का वाणी के अनुसार प्रायश्चित के द्वारा बलि करने के लिए एक मन रखने वाला दाऊद को हम देखते हैं। ദാവീദ് അരോവനയുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവന്റെ ദാവീദും അവന്റെ ഭൃത്യന്മാരും അരോവനയുടെ അടുക്കൽ ചെല്ലുമ്പോൾ അരോവന സാഷ്ടാംഗം വീണ് ദാവീദിനെ വണങ്ങുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയും. जब अरुणा के घर में जब आते समय में दाऊद को जब उसने देखा तो अरुणा तुरंत घुटने पर गिरकर दंडवत किया। അവിടെ നമ്മൾക്ക് 22-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അരോവന ദാവീദിനോട് യജമാനായ രാജാവിന് ബോധിച്ചത് എടുത്തുകൊള്ളുക, യാഗം കഴിച്ചാലും യോമയാഗത്തിന്റെ കാളകളും വിറകുകളും മെതിവണ്ടികളും കാളക്കോപ്പുകളും ഞാൻ അതിനുവേണ്ടി തരാം എന്ന് പറയുന്നുണ്ട്. നിന്റെ കളം ഞാൻ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വില കൂടാതെ അത് ചെയ്യുവാൻ ദാവീദിന് മനസ്സില്ലായിരുന്നു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയും. तो जब अरुणा को मालूम पड़ा कि दाऊद बलि करने आया है तो 22वां वाक्य में अरुणा दाऊद से कहता है कि मेरा राजा को जो उसको पसंद है, जैसा उसको होम बलि चढ़ाने के लिए जो भी बैल हो या कुछ भी चाहिए है वो और लकड़ा की जरूरत है वो सब तू ले लो बोलकर मुफ्त में ले लो करके जब अरुणा ने उसको ये बात का एक ऑफर जब देते समय में दाऊद का मन को हम देखते हैं कि मतलब दाम दिए बगैर मैं खरीदूंगा नहीं करके कहा। നമ്മൾക്ക് അതിന്റെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ചിലവ് കൂടാതെ ഞാൻ യഹോവയ്ക്ക് യാഗം കഴിക്കുകയില്ല. और वहां पर 24वां वाक्य में है, वहां पर राजा अरुणा से कहता है कि ऐसा नहीं बल्कि ये सारे वस्तुओं को मैं आवश्यक है कि दाम देकर मैं लूं। നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് 50 വെള്ളിക്കാശിന് അത് ആ സ്ഥലവും ആ കാളയും മെതിവണ്ടികളും യാഗത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ മെതിവണ്ടികളും അത് 50 ശേക്കൽ വെള്ളിക്ക് ദാവീദ് വാങ്ങിച്ചതായി നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. और वहां पर हम देखते हैं कि दाऊद ने उस खलियान को और वो बैलों को चांदी के वो फासन को 50 शकेल वो देकर वो भागों को खरीदता है और वो बलि चढ़ाता है। എന്നാൽ നമ്മൾക്ക് 1 ദിനവൃത്താന്തത്തിന്റെ പുസ്തകം 1-ാമത്തെ 21-ാം വാക്യത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഓർനാന്റെ കളവും അതുപോലെ തന്നെ അതിന് ആ യാഗപീഠത്തിന് വേണ്ടിയുള്ള കാളയും വിറകിനെയും മെതിവണ്ടികളെയും ഭോജനയാഗത്തിനുള്ള ഗോതമ്പിനെയും അവിടെ വാങ്ങിക്കുന്നത് ദാവീദ് വാങ്ങിക്കുന്നത് 600 ശേക്കൽ പൊന്നു കൊടുത്താണ് അവിടെ വാങ്ങിച്ച് യഹോവയ്ക്ക് വേണ്ടി യാഗം കഴിക്കുവാൻ അവൻ തുടങ്ങുന്നത് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. परंतु पहला इतिहास में जब हम पढ़ते समय में जब वहां पर ओर्नान के खलियान में वहां पर हम देखते समय में वहां पर वो क्या किया, 600 शिकल सोने को लेकर उसने दाम देकर उसने खरीदा करके हम पढ़ते हैं। ഇവിടെ നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നത് അവിടെ യാഗപീഠം പണിത് ഹോമയാഗങ്ങളും സമാധാനങ്ങളും अर्पिച്ചു എന്ന് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. और वहां पर फिर दाऊद ने वहां पर होम बलि और शादी मेल मिलाप का बलि चढ़ाया करके हम पढ़ते हैं. നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ദേശത്തിന്റെ പ്രാർത്ഥന കേട്ട് ബാധ അവരെ വിട്ടുപോയി എന്ന് നമ്മൾക്ക് വായിക്കുവാൻ കഴിയും. और इस रीति से विनती सुनने की वजह से लोगों के ऊपर का जो महामारी था वो रुक गया. എന്നാൽ നമ്മൾക്ക് 21-ാം അധ്യായത്തിൽ നമ്മൾക്ക് വായിക്കുമ്പോൾ അവിടെ യാഗപീഠം പണിതു, സമാധാന യാഗം കഴിച്ചു, ഹോമയാഗം കഴിച്ചു
എന്നാൽ അവിടെ വേറൊരു പ്രത്യേകത നമ്മൾക്ക് ദർശിക്കുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ 26-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 26-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾക്കത് അവിടെ മനസ്സിലാക്കുവാൻ, ദാവീദ് അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു, യഹോവയോട് പ്രാർത്ഥിച്ചു. അവൻ ആകാശത്തിൽ നിന്ന് ഹോമയാഗ പീഠത്തിൽ തീ ഇറക്കി അവന് ഉത്തരമരുളി എന്ന് നമ്മൾക്ക് ദിനവൃത്താന്തത്തിന്റെ പുസ്തകം 21-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. जब हम लोग पहला इतिहास उसका 21 का 26 पढ़ते समय में, जब दाऊद ने यहोवा ने जैसा किया वैसा करके उसने एक वेदी बनाई और वहां पर होम बलि और मेल बलि चढ़ाया और यहोवा से प्रार्थना किया, और उसने होम बलि के वेदी पर से स्वर्ग से आग गिराकर जो दाऊद ने जो विनती किया था उसको स्वीकारा करके वहां पर हम पढ़ते हैं। ഇതുപോലെ ഏലിയാവിനോടുള്ള ബന്ധത്തിൽ നമ്മൾക്ക് ഒരു കർമ്മേൽ പർവ്വതത്തിൽ നടന്ന ഒരു സംഭവം നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ऐसे ही एक ही सेम घटना एलिया भविष्यवक्ता के साथ भी करमेल पर्वत में हुआ करके हम देखते हैं। നമ്മൾക്കറിയാം, ആകാശത്ത് നിന്ന് തീ ഇറങ്ങി യാഗപീഠത്തെയും അവിടെ ഉണ്ടായിരുന്ന സകലത്തെയും അവൻ ദഹിപ്പിച്ചു കളഞ്ഞു എന്ന് നമ്മൾക്ക് വായിക്കുവാൻ കഴിയും. 18-ാം അധ്യായം 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. पहला राजा 18 अध्याय में वहां पर हम पढ़ते हैं कि स्वर्ग से इस रीति से आग निकलकर वहां के वेदी को और आसपास के भागों को जलाया करके वहां पर हम देखते हैं। അത് മാത്രമല്ല, 450 അക്ഷര പ്രതിഷ്ഠയുടെയും ബാൽ വിഗ്രഹങ്ങളെ സേവിച്ച അവരുടെ ദേവന്മാരെ അവൻ കൊന്നുകളഞ്ഞു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയും. और लगभग 450 जो पुजारी और भविष्यवक्ताएं थे जो बाल देवताओं का जो दंडवत करता था, उनके ऊपर भी परमेश्वर का क्रोध आकर आग उनको लेकर जलाया। എന്നാൽ നമ്മൾക്കറിയാം, 450 പ്രവാചകന്മാർ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ഏലിയാവ് ഒരുത്തൻ മാത്രം നിന്ന് യഹോവയോട് ഞാൻ സേവിച്ച് നിൽക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. तो 450 भविष्यवक्ता लोग बाल देवता को सेवा करने के लिए जब वो लोग आकर बलि चढ़ाने के लिए और सेवा करने के लिए आ रहे समय में, वहां पर एलिजा अकेला खड़ा रहकर प्रभु के लिए खड़ा रहकर सेवा कर रहा था। നമ്മൾക്കറിയാം, സ്വർഗത്തിലേക്ക് അവൻ കണ്ണുകളെ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, തീ കൊണ്ട് നീ ഉത്തരമരുളി ഇവരെ നീ ദൈവമാണെന്ന് അറിയിക്കുവാൻ തക്കവണ്ണം ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചതായി നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. और दाऊद एलिया वहां पर एकत्र होकर लोगों को सामने इकट्ठा करके वो प्रार्थना करता है कि हे यहोवा परमेश्वर, तू ही यहाँ पर अधिकारी है, तू उत्तर देगा करके बोलकर स्वर्ग में से आग निकालकर इसका जवाब देना बोलकर वो आकाश की ओर देखकर प्रार्थना करता है। അതാണ് നമ്മൾക്ക് ഇവിടെ ഈ 1 വൃത്താന്തത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 21-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഈ വേദിയിൽ സമാധാന യാഗങ്ങളും ഹോമയാഗങ്ങളും വെച്ചതിന് ശേഷം സ്വർഗത്തേക്ക് നോക്കി ദാവീദ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി യാഗപീഠത്തെ മുഴുവൻ ദഹിപ്പിച്ചു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയും. यही बात हम लोग पहला इतिहास 21 का 26 में जब पढ़ते समय में, दाऊद ने जब वेदी पर होम बलि और मेल मिलाप बलि चढ़ाया और प्रार्थना किया, तो उसका जवाब में यहोवा परमेश्वर ने स्वर्ग से आग निकालकर गिराकर उसका जवाब दिया। ഈ 1 ശമൂവേൽ 24-ാം അധ്യായവും അതുപോലെ തന്നെ 1 വൃത്താന്തം 21-ാം അധ്യായവും നമ്മൾക്ക് വായിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് അവിടെ വെളിപ്പെടുത്തുന്നതാണ് നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. इस रीति से जब हम लोग शमूएल का पुस्तक का 24वां अध्याय और पहला इतिहास का 21वां अध्याय का जब वाक्यों को पढ़ते समय में, वहां पर पढ़ते समय में वहां पर एक बात मालूम पड़ता है कि यहोवा ही है तो एकमात्र परमेश्वर, सच्चा परमेश्वर, उसको छोड़ और कोई परमेश्वर नहीं है करके यहोवा परमेश्वर इस बात का सबूत देता है। ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനായിട്ട് മോശ മുഖാന്തരം കർത്താവ് അവനെ അയക്കുമ്പോൾ അവൻ പറയുന്നത്, ഞാൻ ആ ജനത്തോടെ എന്ത് ചെന്ന് പറയും എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾക്ക് അവിടെ തിരുവചനത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്. जब मूसा फरोन के पास जाते समय में लोगों से विनती कर फरोन से विनती कर लोगों को छुड़ाने का मांग का जब आज्ञा जब परमेश्वर मूसा को बोलते समय में, मैं किसके नाम से आया हूं करके मूसा वहां पर यहोवा परमेश्वर को पूछता है। എന്നാൽ യഹോവ പറയുന്ന വാക്ക്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന്
മോശയോട് പറഞ്ഞു എന്ന് നമ്മൾക്ക് അവിടെ മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതായി നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നു. और लोगों को जब लोग पूछते समय, इजराइल लोग पूछते समय में किसने मुझे भेजा है करके पूछते समय में क्या जवाब दूं, तो परमेश्वर ने कहा कि मैं जो हूँ वो मैं हूँ करके ऐसा अपने लोगों से कहना। ഈ 24-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദാവീദിന്റെ ഹൃദയം നിഗളിച്ചു, അനുസരണക്കേട് കാണിച്ചു, അവന്റെ ദൈവാശ്രയം കുറഞ്ഞതായി നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. इस रीति से दूसरा सामुएल 24:10 में पढ़ते समय में वो घमंडी हो गया और परमेश्वर पर जो आश्रय करना चाहिए था, वो निर्भर करने का मन वो कम होने की वजह से परमेश्वर के खिलाफ कार्य किया, पाप किया। അങ്ങനെ അങ്ങനെ അവന് ഒരു മാനസാന്തരം ഉണ്ടായപ്പോൾ ദാവീദിന് ഉണ്ടായ മാറ്റം നമ്മൾക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. और उसके बाद जो मन फिरावट हुआ, इसके वजह से दाऊद के जीवन में जो बदलावट हुआ, वो बातों को हम देखते हैं। നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അവനൊരു നല്ല മനസാക്ഷി ഉണ്ടായിരുന്നു. उसको एक अच्छा विवेक था। നമുക്ക് രണ്ടാമതായി നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് അവനൊരു മാനസാന്തരം ഉണ്ടായിരുന്നു. दूसरा बात हम देखते हैं कि उसको मन फिरावट हुआ। അവന്റെ തെറ്റ് കർത്താവിനോട് ഏറ്റുപറഞ്ഞതായി നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. अपना गलतियों को उसने मान लिया, हम देखते हैं। അവൻ ചെയ്ത തെറ്റിന്റെ പരിഹാരം അവൻ വരുത്തുന്നതായി അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. और उस गलती के लिए वो सुधरना चाहता था और उसका हल निकालना चाहता था। അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവനൊരു നല്ല മനസ്സുണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ये सब का करने की वजह से मालूम पड़ता है कि दाऊद का मन अच्छा था, ഒരു നല്ല മനോഭാവം ഉണ്ടായിരുന്നു ദാവീദിന്. अच्छा मनोभावना था, ഒരു വലിയ മാറ്റം ദാവീദിന് സംഭവിച്ചു. जिसके वजह से दाऊद का मन में बहुत बदलावट हुआ। അതുകൊണ്ട് അവൻ പറഞ്ഞത് ആ ഗാദ് പ്രവാചകൻ മുഖാന്തരം പറഞ്ഞ കാര്യം അവൻ അത് ഏറ്റെടുത്ത് അവിടുത്തെ പ്രായശ്ചിത്തം കഴിക്കുവാൻ തക്കവണ്ണം. और गाद भविष्यवक्ता के आज्ञा के अनुसार जो बातें करना जरूरी था, वो प्रायश्चित उसने आज्ञा मानकर किया। പ്രിയമുള്ള ദൈവജനമേ, हे मेरे प्रिय लोगों, നമ്മുടെ ജീവിതത്തിൽ ഇതേ രീതിയിൽ നമ്മൾക്ക് വരികയാണെങ്കിൽ നമ്മുടെ നിഗളം എവിടം വരെ കടന്നു പോകും? हमारे जीवन में घमंड करने का जब अवसर आएगा तो कितना ऊपर हम लोग घमंड करेंगे? നമുക്ക് തിരിച്ചു വന്ന് അത് ഏറ്റുപറയാൻ ഒരു മനോഭാവം നമ്മൾക്ക് ഉണ്ടാകുമോ? क्या सचमुच ऐसा अगर हो गया तो वापस लौटकर मन फिरकर पश्चाताप करने का मन होगा क्या? ഒരു പക്ഷേ നമ്മളിങ്ങനെ വിചാരിക്കും, നടന്നു ഇനിയും തിരിഞ്ഞു എന്ന് യാതൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു. शायद हम लोग ऐसा सोचेंगे, अरे जो गलती हो गया वो तो हो गया, अभी छोड़ो, अभी कुछ बोलने का जरूरत नहीं है। എന്നാൽ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് അവന്റെ തെറ്റ് അവൻ ദൈവത്തോട് ഏറ്റു പറഞ്ഞു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയും. परंतु यहाँ पर हम देखते हैं कि उसने अपना गलती को माना और यहोवा से विनती किया। കഴിഞ്ഞു പോയ പകലിൽ നമ്മുടെ ജീവിതത്തിൽ നാം എന്തെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ടോ, गए दिनों में हमने जितना भी हमने गलती किया है, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോഴും നമ്മൾ ദൈവത്തോട് പരാതി പറയുക അല്ലാതെ നാം ദൈവത്തോട് ഏറ്റു പറയുവാൻ ഇടയായിട്ടുണ്ടോ? हमारे जीवन में जो भी विपत्ति, क्लेश और तकलीफ आते समय में उन सब बातों को प्रभु की उपस्थिति में रखकर प्रभु में हम लोग विनती किया है क्या? അതുപോലെ നമ്മൾക്ക് ദാവീദിനെ പോലെ നമുക്ക് ഒരു നല്ല മനസാക്ഷിയുള്ളവരായി ജീവിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. और इस रीति से दाऊद का जैसा एक अच्छा विवेक और शुद्ध मन से वो पश्चाताप करने का जो मन था, उस रीति का मनोभावना हमारे अंदर भी हो। നമ്മുടെ ജീവിതത്തിലും ഒരു നല്ല മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകുവാൻ വലിയവനായ ദൈവം ഇടയാക്കുമാറാകട്ടെ. हमारे जीवन में भी अच्छे रीति से एक पश्चातापी मन में हम लोग जीने के लिए प्रभु हमारे जीवन में वो परिस्थिति लाए। ചെയ്തു പോയ തെറ്റ് നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവത്തോടെ നമ്മളോട് പ്രായശ്ചിത്തം ചെയ്യുവാൻ അത് നമുക്കൊരു നല്ല മനസ്സ് ഉണ്ടാകുവാൻ വലിയവനായ ദൈവം ഇടയാക്കുമാറാകട്ടെ. हमने किया हुआ गलती को एहसास गलती समझकर वो एहसास होकर पश्चाताप करने का मन हमारे अंदर उत्पन्न हो। നല്ലൊരു മനോഭാവവും നല്ലൊരു മാറ്റവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം ചെയ്തതിനെ നമ്മളോട് അരുളപ്പാട് ചെയ്യുകയാണെങ്കിൽ നീ അത് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും അത് ചെയ്ത് അതിന് പാപത്തിന്റെ പരിഹാരം കാണുവാൻ തക്കണം ഇടയാക്കണം. എന്നാൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവറി ക്രൂശിൽ വലിയവനായ ദൈവം നാം ചെയ്ത തെറ്റുകളും നാം ചെയ്ത കുറ്റങ്ങളും നാം ചെയ്ത പ്രവൃത്തിയുടെ ഫലം അവൻ ആ കാൽവറി ക്രൂശിൽ ചെയ്ത് തീർത്തത് കൊണ്ട് വലിയവനായ ദൈവം നമ്മെ അതിൽ നിന്ന് വിമുക്തരായി തീർന്നു. നമ്മൾക്ക് ഒരു കാര്യം നമ്മൾക്ക് ചെയ്യാം, കർത്താവേ ഞാൻ ചെയ്തു പോയ തെറ്റ് എന്നോട് ക്ഷമിക്കണമെന്ന്
പശ്ചാത്താപത്തോടു കൂടി സമർപ്പണത്തോടു കൂടി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. വലിയവനായ ദൈവം നാം ചെയ്തു പോയ തെറ്റ് നമ്മളോട് ക്ഷമിച്ച് വലിയവനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മളെ മാത്രമല്ല നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കാൻ വലിയവനായ ദൈവം ഇടയാക്കും. അതോർത്ത് നമ്മൾക്ക് ദൈവത്തെ സ്തുതിക്കാം. इसलिए हमने किया हुआ गलतियां और हमने किया हुआ निर्णय का अवस्था को देखकर, परिणाम को देखकर यहोवा परमेश्वर ने अपने इकलौता पुत्र को इस जगत पर बेचकर क्रूस में वो बलिदान के द्वारा हमने किया हुआ पापों से हमें प्रायश्चित कर कर हमें बचाकर हमें छुटकारा दिया। इसलिए ये बात को देखकर आओ हम लोग सच्चे मन से उस प्रभु की उपस्थिति में आओ, हम लोग विनती करें और हमने किया हुआ पापों का हम लोग पश्चाताप करें। यदि सचमुच अगर सच्चे मन से अगर हमने पश्चाताप किया है तो हमारे किया हुआ पापों को वो क्षमा करेगा। उतना ही नहीं, आशीष में वो हमारे परिवारों को, पीढ़ियों को भी प्रभु आशीष करेगा। ദാവീദ് ചെയ്ത തെറ്റിന്റെ പ്രായശ്ചിത്തമായി ആ യാഗം കഴിച്ചത് കൊണ്ട്, ആ ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിച്ച് ജനം യഹോവയോട് പ്രാർത്ഥിച്ചത് കൊണ്ട് അവരെ ആ മഹാമാരിയിൽ നിന്നും പീഡയിൽ നിന്നും വിടുവിച്ച് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. അതേ ഉള്ള ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കണം വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. इसलिए प्रभु का धन्यवाद हो कि प्रभु ने इतना बड़ा दया मन दिखाया जब दाऊद ने अपने लोगों के बचाने के विषय में होम बलि और मेल बलि चढ़ाकर यहोवा परमेश्वर को प्रसन्न कर कर वो महामारी रोककर प्रभु ने जो दया दिखाया, उसी रीति से प्रियो हम भी वो मन रखे कि हमारे जीवन में कुछ भी परिस्थिति आए तो प्रभु की उपस्थिति में आकर अपेक्षा कर कर हम पश्चाताप करें. നമ്മൾ ചെയ്ത ദാവീദ് ചെയ്ത കുറ്റത്തിന് അവന്റെ ജീവിതത്തിൽ ഉണ്ടായ മനോഭാവം വ്യത്യാസങ്ങൾ മുഖാന്തരം അവൻ ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. നാം ചെയ്യുന്ന തെറ്റിന്റെ പ്രതികളുടെ ഫലം, നാം ഇന്ന് പകല് ചെയ്ത തെറ്റ് ദൈവത്തോട് ഏറ്റുപറയുകയാണെങ്കിൽ നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മൾ ചെയ്ത തെറ്റിനെ നമ്മളോട് ക്ഷമിച്ച് നമ്മൾക്ക് വലിയവനായ ദൈവം വിടുതലും ആശ്വാസവും സന്തോഷവും സമാധാനം തരും എന്നുള്ളതിന് യാതൊരു സംശയവും. इसलिए इसमें कोई ऐसा संदेह नहीं है कि जब हम लोग प्रभु की उपस्थिति में अपने किया हुआ गलती को पश्चातापी मन से अगर हम लोग आकर हम लोग विनती करें तो प्रभु दयालु है, वो आप पे क्षमा करेगा. നമ്മൾക്ക് ഒരു നല്ല മനസാക്ഷി ഉണ്ടാകുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. एक अच्छा शुद्ध मन में रहे, ऐसा होने के लिए प्रभु हमें सहायता करे. നല്ലൊരു മനസ്സുണ്ടാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. एक अच्छा मन हो जाने के लिए हम प्रार्थना करें. प्रभु വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु का पवित्र नाम का महिमा हो. प्रभु हम सबको सहायता करे. आमेन. ഇങ്ങനെ ഒരു അവസരം തന്ന സംഘാടകരോടും അതോട് എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദിയെ ഞാൻ രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ऐसा अवसर प्रभु ने दिया, मंडली के लिए धन्यवाद और सुनने वाले भाइयों के लिए भी मैं धन्यवाद देना चाहता हूँ. प्रभु का महिमा हो. आमेन.